വാർത്തയിലേക്ക് വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേഡർ വോട്ടുകൾ ചോർന്നെന്ന് CPM വിലയിരുത്തൽ. കോൺഗ്രസിലേക്കും BJPയിലേക്കും വോട്ടുകൾ ചോർന്നു. BJPയിലേക്ക് വോട്ട് ചോർന്നത് ഏറെ ഗൌരവതരം. BJPയിലേക്ക് പോകുന്നത് തിരിച്ചെത്തിക്കുക എളുപ്പമല്ല എന്നും വിലയിരുത്തൽ. വിമർശനവും സ്വയം വിമർശനവും വേണം. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തിരിച്ചടിയെ CPM എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിന്റെ കാര്യകാരണങ്ങൾ എങ്ങനെയാണ് നേതൃത്വം കണ്ടെത്തിയിട്ടുള്ളത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലാണെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായത്. വലിയ തിരിച്ചടി തന്നെയാണ് സംസ്ഥാനത്ത് ഉണ്ടായതെന്ന ഈ യോഗത്തിൽ ചർച്ചകൾ വന്നു. വിമർശനവും സ്വയവിമർശനവും വേണം. അത് വിലക്കുന്നത് ശരിയായ നിലപാടല്ല, നടപടിയല്ല എന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നു വന്നു. എതിരഭിപ്രായങ്ങളോട് അസഹിഷ്ണുത പാടില്ല, വിമർശനങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കരുത് എന്ന അഭിപ്രായം യോഗത്തിലുണ്ടായി. അങ്ങനെ ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ആത്മവിമർശനവും തിരുത്തലും വേണമെന്നായിരുന്നു സെക്രട്ടേറിയറ്റ് ഉയർന്ന പൊതു അഭിപ്രായം. കേഡർ വോട്ടുകൾ ചോർന്നു എന്ന വിലയിരുത്തലും ചില നേതാക്കൾ നടത്തി. ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നു. വോട്ട് കൂടുതൽ പോയത് കോൺഗ്രസിലേക്കാണ്, BJPയിലേക്ക് വോട്ട് പോയി. ഇത് ഗൗരവത്തോടെ കാണണം. BJPയിലേക്ക് വോട്ട് പോയത് ഗൗരവത്തോടെ കാണണം. കോൺഗ്രസിലേക്ക് വോട്ട് പോയാൽ അത് തിരികെ എത്തിക്കാൻ കഴിയുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചർച്ചയിൽ ഇടപെട്ട് പറഞ്ഞു. പക്ഷേ BJPയിലേക്ക് പോയാൽ അത് ആ രീതിയിൽ കൊണ്ടുവരിക എളുപ്പമല്ല. അതുകൊണ്ട് അത് അപകടകരമാണ്. അത് തിരിച്ചറിയണം. അതിന് വേഗത്തിൽ തിരുത്തൽ വേണമെന്നും അഭിപ്രായമുണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെയും വിമർശനം ഉയർന്നു. സർക്കാരിനെതിരെ യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നു. സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അത് വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല, ജനങ്ങളെ വിശ്വാസമെടുക്കാൻ കഴിയുന്നില്ല. അതിന് വേണ്ട തിരുത്തൽ നടപടികളും സെക്രട്ടേറിയറ്റ് യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്.